അപ്പോൾ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ട്രാവൽ വീഡിയോ കാര്യങ്ങളൊന്നും അല്ല. അതിനുള്ള പ്രധാന കാരണം നമ്മുടെ വണ്ടി 15,487 കിലോമീറ്റർ ആയിട്ടുണ്ട്. ഒരു അഞ്ച് മാസം ആവുന്നേ ഉള്ളൂ. അതിനിടയ്ക്കാണ് ഇത്രയും കിലോമീറ്റർ ആയിട്ടുള്ളത്. നല്ല ഓട്ടം ഉണ്ട് വണ്ടിക്ക്. അപ്പോൾ അതിൻ്റെ സർവീസിന് കൊണ്ടുവന്നതാണ് കേട്ടോ ഇന്നത്തെ വീഡിയോ. പിന്നെ വണ്ടിക്ക് ചെറിയ പ്രോബ്ലംസ് ഉണ്ട്. പ്രോബ്ലംസ് മെയിനായിട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഉള്ള പ്രോബ്ലമാണ്. അതെനിക്ക് തോന്നുന്നത് ബാറ്ററി അടിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഷോറൂമിലോട്ട് കൊണ്ടുപോവാം. ഓക്കെ, അപ്പോൾ ഷോറൂമിൽ ഞാൻ വിളിച്ചു ചോദിച്ചു. ഇന്നൊരു ശിവരാത്രി ദിവസമാണ്. വീടിൻ്റെ തൊട്ടടുത്തൊരു ക്ഷേത്രമുണ്ട്. അവിടെ സദ്യയും കാര്യങ്ങളൊക്കെ നടക്കുകയാണ്. അവിടെ പോകാൻ പറ്റിയില്ല, കാരണം നാളെ ജോലിക്ക് പോകണം. അപ്പോൾ ഇന്ന് വണ്ടി സർവീസിന് കൊണ്ടുപോയാൽ മാത്രമേ നമുക്ക് നാളെ ജോലിക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ എല്ലാവർക്കും ഒരിക്കൽ കൂടി വെൽക്കം ടു മൈ സ്റ്റോറി. അപ്പോൾ അതേ നമ്മുടെ MC റോഡ് കയറിയിട്ടുണ്ട്. ഇവിടെ നിന്ന് കിളിമാനൂർ നമ്മുടെ സ്ഥിരം പോകുന്ന ഷോറൂമിൽ തന്നെയാണ് പോകുന്നത്. ഞാൻ രാവിലെ വിളിച്ച് ചോദിച്ചായിരുന്നു, ഇങ്ങനെ ബാറ്ററിയുടെ കംപ്ലയിൻ്റ് ആണെന്ന് തോന്നുന്നു. അത് വാറണ്ടിക്ക് വിട്ട് കഴിഞ്ഞാൽ വേറെ സ്പെയർ ബാറ്ററി കിട്ടുമെന്ന് ചോദിച്ചു. അപ്പോൾ അവർ പറഞ്ഞത് സ്പെയർ ബാറ്ററി എല്ലാം വേറെ വണ്ടിയിൽ പോയേക്കാണ്. എന്തായാലും 1-1.5 ആഴ്ച എടുക്കും ഇതാവാനെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ഞാൻ വിചാരിച്ചു എങ്കിൽ ആറ്റിങ്ങനെ ദിയ ഷോറൂമിൽ കൊണ്ടുവന്നു വെച്ചു. അപ്പോൾ അവിടെ ചോദിച്ചപ്പോൾ സ്പെയർ ബാറ്ററി ഒന്നും ഇല്ല, കിക്കറിൽ അടിക്കേണ്ടി വരുമെന്ന് പറഞ്ഞു. അപ്പോൾ പിന്നെ കിളിമാനൂർ തന്നെ പോകും. അവിടെ അടുത്ത കിളിമാനൂരാണ്. അവിടെ വലിയ തിരക്കില്ലാത്തതുകൊണ്ട് പെട്ടെന്ന് തന്നെ വണ്ടി കിട്ടും. ഇലക്ഷനായില്ലേ, അതിൻ്റെ പ്രചരണവും കാര്യങ്ങളൊക്കെയാണ്. ഇനിയിപ്പോൾ ഒന്ന് പെട്രോൾ അടിക്കണം. നമ്മുടെ കുറ്റൂർ പമ്പിൽ തന്നെ പോയി പെട്രോൾ അടിക്കാം. ഒരു 2 മണിക്ക് മുന്നേ വണ്ടി കിട്ടുമോ? എനിക്ക് പോയി സദ്യയൊക്കെ കഴിക്കായിരുന്നു. അറിയാൻ വയ്യ, പോയി നോക്കാം. ഇന്നൊരു അവധി ദിവസമാണ്. ശിവരാത്രി പൊതു അവധിയാണല്ലോ. പക്ഷെ നല്ല തിരക്ക് റോഡിലൊക്കെ. അപ്പോൾ അതാ പമ്പെത്തിയിട്ടുണ്ട്. നമുക്ക് ഇവിടെ നിന്ന് കുറച്ച് പെട്രോൾ അടിക്കാം. അപ്പോൾ പെട്രോളൊക്കെ അടിച്ചു. എന്താ അമ്പോ, കറക്റ്റ് വളവിലാണ് ഈ പമ്പേ. അപ്പോൾ നമ്മുടെ എക്സ്പൾസ് എടുത്തത് പണിയായോ എന്ന ഒരു ചോദ്യം അവിടെ ഉയരുകയാണ് സുഹൃത്തുക്കളെ. കാരണം വണ്ടി എടുത്ത നാളെ മുതൽ പണിയാണ്. ഇപ്പം ഒരു കംപ്ലൈൻറ്റ് വന്നിട്ട് നമ്മുടെ ഷോറൂമിൽ കൊണ്ടുപോയി കഴിഞ്ഞാൽ അവർ റെഡിയാക്കി തരുന്നുണ്ട്. പക്ഷേ കുറച്ച് കിലോമീറ്റർ ഓടിക്കഴിയുമ്പോൾ അതേ സെയിം കംപ്ലൈൻറ്റ് അതുപോലെ തന്നെ വരികയാണ്. ഇനിയിപ്പം സർവീസിൻ്റെ പ്രശ്നമാണോ, അല്ലെങ്കിൽ പിന്നെ ഒരു സെക്കൻഡ് ഈ സിഗ്നൽ ഒന്ന് കഴിഞ്ഞോട്ടെ. 20, 80, 70. ഓക്കെ, അപ്പോൾ പറഞ്ഞു വന്നത് നമ്മുടെ സർവീസിൻ്റെ കുഴപ്പമാണോ അതോ വണ്ടിയുടെ തന്നെ കംപ്ലൈൻ്റ് ആണോ എന്നറിയത്തില്ല. ഇപ്പം ഞാൻ പറഞ്ഞല്ലോ, ഒരുപാട് കംപ്ലൈൻറ്റ് വന്നിട്ടുണ്ട് ഇടയ്ക്ക്. പിന്നെ സ്റ്റാർട്ടിങ്ങിൻ്റെ ഒരു കംപ്ലൈൻറ്റ് വന്നു. ഇപ്പം ഞാൻ പോകുന്ന ഷോറൂമിൽ കൊടുത്ത് അന്നമാർ ബാറ്ററിയൊക്കെ അടിച്ചു നോക്കി. ഇതിപ്പോൾ ഞാൻ 4ാമത്തെ തവണയാണ് ഈ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ കംപ്ലൈൻറ്റ് പറഞ്ഞ് പോകുന്നത്. ഇപ്പോഴ് ഭയങ്കര നല്ല രീതിയിൽ സ്റ്റാർട്ടിങ് ട്രബിൾ ഉണ്ട്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്ന ടൈമിൽ ഒരു തവണ സ്റ്റാർട്ടായ ഉടനെ തന്നെ വണ്ടി അങ്ങ് ഓഫാവും. പിന്നെ രണ്ടാമത്തെ പ്രശ്നം എന്ന് പറഞ്ഞാൽ ചില സമയത്ത് സ്റ്റാർട്ട് ചെയ്യുമ്പോഴത്തേക്ക് ഡിസ്പ്ലേ നമ്മുടെ മീറ്റർ ഫുൾ അങ്ങ് ഓഫായിട്ട് പിന്നെ ഓണാവുകയാണ് ചെയ്യുന്നത്. അപ്പോൾ എന്തായാലും എൻ്റെ ഒരു സാമാന്യ കോമൺ സെൻസ് 10-12 വർഷമായിട്ട് വണ്ടി ഓടിക്കുകയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തോന്നാതെ വെച്ച് കഴിഞ്ഞാൽ ബാറ്ററി അടിച്ചു പോയി എന്നാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ എന്തായാലും ഇന്ന് ഷോറൂമിൽ കൊണ്ട് കാണിക്കാം. അവർ വാറണ്ടിക്ക് വിടും. 1-1.5 ആഴ്ച എടുക്കും വാറണ്ടി കഴിഞ്ഞ് കിട്ടാനായിട്ട്. അതുവരെ കിക്കറി അടിക്കേണ്ടി വരും. പിന്നെ എക്സ്പൾസിലെ കിക്കറിൻ്റെ കാര്യം എല്ലാവർക്കും, എക്സ്പൾസ് യൂസ് ചെയ്യുന്നവർക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. കിക്കർ ചവിട്ടി എടുക്കുന്ന പറഞ്ഞാൽ എന്താണ് നമ്മളെ ഭയങ്കര ഒരു പ്രയാസമുള്ള കാര്യമാണ്. നല്ല ടൈറ്റാണ്. പെട്ടെന്ന് തന്നെ സ്റ്റാർട്ടാവണമെന്നില്ല. ചില സമയത്ത് പെട്ടെന്ന് സ്റ്റാർട്ടാവും. അപ്പോൾ അങ്ങനെയാണ് കാര്യങ്ങളൊക്കെ കിടപ്പ്. അപ്പോൾ എക്സ്പൾസ് എടുത്തത് പണിയാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ
വണ്ടി ഓക്കെയാണ്, പക്ഷെ അതിൻ്റെ സർവീസ് കൂടി നമുക്ക് കറക്റ്റായിട്ടുള്ള രീതിയിൽ കിട്ടുകയാണെങ്കിൽ എടുത്തത് ഉപയോഗമാണ്, അല്ലെങ്കിൽ വേസ്റ്റ് തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാം. ഇപ്പം ഇതിനൊക്കെ ഒരുപാട് സെൻസറും കാര്യങ്ങളൊക്കെ ഉള്ളതുകൊണ്ട് വണ്ടി ഷോറൂമിൽ കൊടുക്കുന്നതായിരിക്കും നല്ലത് എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. പിന്നെ അറിയാമല്ലോ, നമ്മൾ ഷോറൂമിൽ കൊടുക്കുമ്പോഴത്തേക്ക് നമ്മൾ പിന്നീട് വണ്ടി കൊടുക്കുന്ന സമയത്തായാലും കൊടുക്കാൻ വേണ്ടിയല്ല വണ്ടി എടുക്കുന്നത്, പിന്നെ കൊടുക്കുന്ന സമയത്തായാലും അതിൻ്റെ സർവീസ് ഹിസ്റ്ററിയും കാര്യങ്ങളൊക്കെ അറിയാൻ പറ്റും. ഇപ്പോൾ ഇതിൻ്റെ 6ാമത്തെ സർവീസാണ്, ഫസ്റ്റ് പെയ്ഡ് സർവീസാണ്. ഇതിൽ ഞാൻ പ്രത്യേകിച്ച് വലുതായിട്ടൊന്നും ചെയ്യാനില്ല, ഓയിൽ ടോപ്പപ്പ് ചെയ്യുന്നേ ഉള്ളൂ. ഓയിൽ ടോപ്പപ്പ്, പിന്നെ വാഷിങ്, ചെയിൻ ലൂബ് ചെയ്യണം, അത്രയേ ഉള്ളൂ പരിപാടി. പിന്നെ ഈ ബാറ്ററിയുടെ ഒരു പ്രശ്നം അതുകൂടെ ചെയ്യണം. എല്ലാം ക്ലിയർ ആവുമെന്ന് പ്രതീക്ഷിക്കുന്നു. പിന്നെ കംപ്ലൈൻറ്റ് ഞാൻ ഇടയ്ക്ക് പറഞ്ഞിട്ടില്ലായിരുന്നു, ഞാൻ ഇടയ്ക്കൊന്ന് വീണു എന്ന്, ഒരാൾ ഫ്രണ്ടിൽ ടയറിൽ കൊണ്ട് ഇടിച്ചു, ഞാൻ ജസ്റ്റ് ഒന്ന് ചരിഞ്ഞു എന്ന് പറഞ്ഞില്ലേ, അതിൽ നമ്മുടെ ഹാൻഡിലൊന്ന് ചെറുതായിട്ട് ബെൻഡായിട്ടുണ്ട്. അതൊരു പ്രശ്നമാണ്. അതങ്ങനെ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മാത്രമേ വണ്ടിയിലുള്ളൂ. പക്ഷേ ആ ഒരു പ്രശ്നം പറയുമ്പോഴത്തേക്ക് ഇവരെ കൊടുത്ത് റെഡിയാക്കുന്ന ടൈമിൽ ഇവർ റെഡിയാക്കി തരുന്നുണ്ട്, ഷോറൂമുകാർ റെഡിയാക്കി തരുന്നുണ്ട്. പക്ഷേ കുറച്ച് കിലോമീറ്റർ ഓടി കഴിയുമ്പോഴത്തേക്ക് വീണ്ടും പഴയ പോലെ തന്നെ ആവുന്നുണ്ട്. പിന്നെ ഒരു സ്ലോ സ്പീഡിൻ്റെ ഇഷ്യൂ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവിടെ തന്നെ. അപ്പോൾ അവർ പറഞ്ഞ ഇതിൽ സ്ലോ സ്പീഡ് അഡ്ജസ്റ്റ് ചെയ്യാനുള്ളൊരു ഓപ്ഷൻ ഇല്ല സത്യം പറഞ്ഞാൽ എക്സ്പ്രസ്സിൽ 2 വീലുണ്ടോയെന്ന് എനിക്കറിയത്തില്ല. നമ്മുടെ 4 വീൽ അങ്ങനെ ഒരു ഓപ്ഷൻ ഇല്ലെന്നാണ് അവർ പറഞ്ഞത്. എന്നുവെച്ചാൽ നമ്മൾ ട്രാഫിക്കിൽ തന്നെ നിൽക്കുമ്പോഴത്തേക്ക് വണ്ടി ഇങ്ങനെ റൈസായി നിൽക്കും. അറിയത്തില്ല, നമുക്ക് നോക്കാം. ഏകദേശം ഷോറൂം അടുത്ത് എത്തിയിട്ടുണ്ട്. ഓക്കെ, നമ്മുടെ ഷോറൂം എത്തിയിട്ടുണ്ട്. ട്രാവൻകൂർ 0 ആണ്. വേറെ വണ്ടികളൊന്നും ഇല്ല കാണല്ലേ എന്നാണ് എൻ്റെ പ്രാർത്ഥന. വേറെ വണ്ടികളൊന്നും ഇല്ലെങ്കിൽ നമുക്ക് പെട്ടെന്ന് തന്നെ കിട്ടും, അല്ലെങ്കിൽ ഇത്രയും സമയം വെയിറ്റ് ചെയ്യേണ്ടി വരും. അതാണ് പ്രശ്നം. അപ്പോൾ ഇതിൽ കുറച്ച് കയറ്റി വയ്ക്കാം. ബ്രോ വിളിച്ചായിരുന്നു, അവിടെ സ്പെയർ ബാറ്ററി ഇല്ല. ഞാൻ രാവിലെ വിളിച്ചായിരുന്നു, ബാറ്ററി പ്രശ്നം വന്നിട്ട്. ആടാണല്ലേ, അത് കിക്കറിൽ സ്റ്റാർട്ട് ആവുമല്ലോ, കുഴപ്പമില്ല. അല്ല അത് മതി. സ്റ്റാർട്ട് ആവൂലേ? വേണമല്ലേ വണ്ടിയിൽ? എത്ര ദിവസം എടുക്കും ബ്രോ വാറണ്ടി വിടാനാണെങ്കിൽ? വന്നില്ലല്ലേ? ഭയങ്കര വിഷയം സ്റ്റാർട്ടിങ് ടൈമിലെ. ചില സമയത്ത് ഡിസ്പ്ലേ ഫുൾ അങ്ങ് ഓഫ് ആവും. ആണ്ടാ ബാറ്ററി പ്രശ്നമായിരിക്കുമല്ലോ. അല്ല, ഇടയ്ക്ക് നിങ്ങൾ ഊരി നോക്കിയതാണ് കംപ്ലൈൻറ്റ്. ബാറ്ററി അത് ഒന്നും പറഞ്ഞില്ല അന്ന്, നിങ്ങൾ ചാർജ് ചെയ്യാൻ എന്താണ് ചെയ്തത്. പിന്നെ കഴിഞ്ഞതിന് വന്നപ്പോഴത്തേക്ക് ഞാൻ പറഞ്ഞായിരുന്നു, അതും മാറിയില്ല. പിന്നെ 4ാമത്തെയാണ് നമ്മൾ പറയുന്നത്. പിന്നെ 6ാമത്തെ സർവീസ് ഉണ്ട്. ഓ അപ്പോൾ വെയിറ്റ് ചെയ്യാം, ടൈം എടുക്കും കുറച്ച്. എന്ത് ചെയ്യാനല്ലേ, ഒരു വണ്ടിയുടെ ഉള്ളതെന്ന് തോന്നുന്നു. വെയിറ്റ് ചെയ്യാം. നേരെ കാണുന്ന സർവീസ് സെൻ്ററാണ്, ഒരു ഉപയോഗമാണ്, നമുക്ക് വണ്ടി കാണാനൊക്കെ പറ്റും സർവീസ് ചെയ്യണതൊക്കെ. എന്തൊക്കെ പോകുന്നല്ലോ, തീരെ നല്ല. ഓക്കെ, 2000 years later. അപ്പോൾ ഇതേ നമ്മുടെ വണ്ടി സർവീസ് കഴിഞ്ഞ് കിട്ടിയിട്ടുണ്ട് കേട്ടോ. സത്യം പറഞ്ഞാൽ അവിടെ ഇരുന്ന് ഉറങ്ങി ഞാൻ. 10:30 മണിക്കാണ്ട് വന്നു, ഇപ്പോൾ സമയം 1:45. അവിടെ ഇരുന്ന് ഉറങ്ങി, ഒരു വഴിയായി. ഫോണിൽ കളിച്ചുകൊണ്ടിരുന്ന് റീൽസും കാര്യങ്ങളും നോക്കിക്കൊണ്ടിരുന്ന് ബാറ്ററി ഡൗണായി, നെറ്റും തീർന്ന്. പിന്നെ ഇപ്പോഴേ
വണ്ടി എന്തായാലും കിട്ടിയിട്ടുണ്ട്. പക്ഷെ ബാറ്ററിയുടെ കാര്യം വാറണ്ടി കഴിഞ്ഞ് കിട്ടാനായിട്ട് താമസം എടുക്കും കേട്ടോ. വേറെ അഡീഷണൽ ബാറ്ററി ഒന്നും വച്ച് തന്നില്ല. കാര്യം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്പെയർ ബാറ്ററി ഇല്ല വണ്ടിയിൽ വയ്ക്കാനായിട്ട്. അപ്പോൾ വേറൊരു എക്സ്പൾസ് അവിടെ ഇരിക്കുന്നു. അത് തന്നെ ഒരാഴ്ച 1.5 ആണ്ട് ആയി കൊടുത്തിട്ട്. നമുക്ക് അത്രയും കാലം വണ്ടി ഷോറൂമിൽ വെച്ചേക്കാൻ പറ്റത്തില്ല. അതുകൊണ്ട് ഞാൻ പറഞ്ഞു എനിക്ക് അടുത്ത ഒരാഴ്ച കഴിഞ്ഞിട്ട് ഷോറൂമിൽ കോൺടാക്ട് ചെയ്യാം. അപ്പോൾ ഒരു സ്പെയർ ബാറ്ററി വരികയാണെങ്കിൽ വണ്ടി കൊണ്ട് കൊടുക്കാമെന്ന് പറഞ്ഞു. അല്ലെങ്കിൽ നമുക്ക് വേറെ ഏതെങ്കിലും ഷോറൂം നോക്കാം. നമ്മുടെ തിരുവനന്തപുരത്തെ ഏതെങ്കിലും ഷോറൂം നോക്കാം. പിന്നെ സർവീസ് ഞാൻ പറഞ്ഞല്ലോ, ഇപ്പം ആ ഒരു സ്റ്റാർട്ടിങ്ങിൻ്റെ ചെറിയൊരു പ്രശ്നം മാത്രമേ ഉള്ളൂ, അല്ലാതെ വേറെ പ്രശ്നമൊന്നുമില്ല. ഇതിന് വേറെ വിഷയം എന്ന് പറഞ്ഞാൽ കിക്കർ അടിച്ച് സ്റ്റാർട്ടാക്കണമെങ്കിൽ ബാറ്ററി വേണം. ബാറ്ററി വേണം. ഇപ്പോൾ ചാർജ് ഇല്ലെങ്കിലും പ്രശ്നമല്ല, നമുക്ക് കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. പക്ഷേ ബാറ്ററി വണ്ടിയിൽ വേണം. പഴയ മറ്റേ കാർബറേറ്ററോ പണ്ടത്തെ വണ്ടി പോലെ ബാറ്ററി ഇല്ലാതെ കിക്കർ അടിച്ച് സ്റ്റാർട്ട് ചെയ്യാൻ നടക്കത്തില്ല. അപ്പോൾ എന്തായാലും സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ചേട്ടോ നോക്കി ഇതിപ്പോൾ നേരെ ആ ക്ഷേത്രത്തിൽ പോയി ഊണ് കഴിക്കാം. തിരക്ക് കാണുമെന്തോ. എന്തായാലും ബാറ്ററി അടിച്ചു പോയത് തന്നെയാണ്. എൻ്റെ സംശയം സത്യമായിട്ടുണ്ട്. ബാറ്ററി അടിച്ചു പോയതാണ്. എന്ത് ചെയ്യാനല്ലേ. ആഹാ, സർവീസ് കഴിഞ്ഞപ്പം ആ ചെയിൻ ലൂപ്പും കാര്യങ്ങളെല്ലാം കഴിഞ്ഞ് ഓയിൽ ടോപ്പും എല്ലാം കഴിഞ്ഞപ്പോഴത്തേക്ക് വണ്ടി ഇല്ല, എന്താ പറയുക, അല്ല പുതിയ വണ്ടി എടുത്ത പോലൊരു ഫീലാണ് കേട്ടോ. നമ്മുടെ ആ ഒരു സ്റ്റാർട്ടിങ് ട്രബിൾ ഒഴിച്ച് കഴിഞ്ഞാൽ ബാക്കി എല്ലാം പുത്തൻ വണ്ടി പോലെ ആക്കിയിട്ടുണ്ട്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ നമ്മൾ സർവീസ് ചെയ്യുമ്പോഴായാലും വണ്ടി യൂസ് ചെയ്യുന്ന ടൈം മൊത്തം ജെന്യൂനായിട്ടുള്ള പാർട്സ് ഉപയോഗിക്കാൻ ശ്രമിക്കുക. ഓക്കെ, ലോക്കൽ മേടിച്ച് കഴിഞ്ഞാൽ ലൈഫും കുറവായിരിക്കും, അത്രയും വണ്ടിക്കും പ്രോബ്ലം ആയിരിക്കും. അതുകൊണ്ട് മാക്സിമം ജെന്യൂനായിട്ടുള്ള, ഇപ്പോൾ ഹീറോരാണെങ്കിൽ ഹീറോ തന്നെ ജെന്യൂനായിട്ടുള്ള പ്രൊഡക്റ്റ് യൂസ് ചെയ്യാൻ ശ്രമിക്കുക. ശരിയല്ലേ ഞാൻ പറഞ്ഞത്? ശരിയല്ലേ? വണ്ടിക്ക് ലാസ്റ്റിംഗ് ആണ്. ഇപ്പം നമ്മൾ എത്ര കിലോമീറ്റർ ഓടുന്നോ അതിൻ്റെ ഒന്നും അല്ല കാര്യം. ഇപ്പം 10 കിലോമീറ്റർ ഓടിയാലും 20 കിലോമീറ്റർ ഓടിയാലും വണ്ടി എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യുന്നു എന്നുള്ള കാര്യത്തിലാണ് ഇത്. ഞാൻ ഡെയിലി ഏകദേശം ഒരു 200 കിലോമീറ്റർ അടുപ്പിച്ച് ഓടുന്നുണ്ട് വണ്ടി. എക്സ്പൾസ് ആയതുകൊണ്ട് നടുവേദന കാര്യങ്ങളൊന്നും ഇല്ല. വേറെ ഏതെങ്കിലും വണ്ടി ആയിരുന്നെങ്കിൽ നടുവൊക്കെ ഒടിഞ്ഞാൽ, നട്ടെല്ലൊക്കെ ഒടിഞ്ഞൊരു പരുവായനെ. അപ്പോൾ അതുകൊണ്ട് മാക്സിമം നമ്മൾ എന്താണ് ജെന്യൂൻ പ്രോഡക്റ്റ് യൂസ് ചെയ്യുക, ജെന്യൂനായിട്ടുള്ള പ്രോഡക്റ്റ് യൂസ് ചെയ്യുക. പിന്നെ വണ്ടി കറക്റ്റായി മെയിൻറ്റെയിൻ ചെയ്യുക. കറക്റ്റ് ടൈമിൽ ഓയിൽ ചേഞ്ച് ചെയ്യുക, കറക്റ്റ് ടൈമിൽ ലൂബ് അടിച്ചു കൊടുക്കുക. ഞാനിപ്പം ഇപ്പോൾ ഷോറൂമിൽ വരുമ്പോൾ മാത്രമേ ലൂബ് ചെയ്യുന്നുള്ളൂ. അല്ലാത്ത ടൈമിൽ ഞാൻ ഗിയർ ഓയിലാണ് യൂസ് ചെയ്യുന്നത് ചെയിനിലെ. അപ്പോൾ അത് അത്രയും കംഫർട്ടാണ്, ഇത് ഇത്രയും കംഫർട്ടാണ്. എന്തൊക്കെയാണ് പറയുന്നത് എനിക്ക് തന്നെ അറിയത്തില്ല. നല്ല വെയിലാണ് കേട്ടോ. അപ്പോൾ സർവീസിൽ സാറ്റിസ്ഫൈഡ് ആണ്. ഞാൻ പറഞ്ഞില്ലേ, ഇപ്പം എല്ലാം ക്ലിയർ ആയിട്ടുണ്ട്. ഇപ്പോൾ ഗിയറിൻ്റെ സ്ലിപ്പിങ് ഞാൻ സർവീസിന് കൊടുത്തിട്ടുണ്ടെങ്കിൽ പറഞ്ഞു, ഗിയർ സ്ലിപ്പിങ്ങിൽ കുറച്ച് ടൈറ്റുണ്ട്. ഇപ്പോൾ നമ്മൾ വണ്ടി ഓടിച്ചുകൊണ്ടിരിക്കുമ്പോൾ പെട്ടെന്ന് ഒന്ന് ബ്രേക്ക് പിടിക്കേണ്ട അവസ്ഥ വന്നു കഴിഞ്ഞാൽ നമ്മൾ എന്തായാലും ഗിയർ ഡൗൺ ചെയ്യണമല്ലോ. അപ്പോൾ ആ ടൈമിലൊന്നും നമുക്ക് ഗിയർ ഡൗൺ ചെയ്യുന്ന ടൈമിൽ ഭയങ്കര ടൈറ്റാണ്, ഗിയർ ഭയങ്കര ടൈറ്റാണ്. അങ്ങനെയൊക്കെ കുറേ പ്രശ്നമുണ്ട്. കഴിഞ്ഞൊരു വീഡിയോ ഞാൻ ചെയ്തില്ലായിരുന്നു, നമ്മുടെ എൻ്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു മല, കോട്ടുകുന്ന മല എന്ന് പറഞ്ഞിട്ട്. അതിൻ്റെ വേറൊരു സൈഡാണ് നേരെ സ്ട്രെയിറ്റ് കാണുന്നത്. അവിടെയാണ് ഞാൻ പറഞ്ഞ ആ ഒരു എത്തി നോക്കാൻ പാറ കാര്യങ്ങളൊക്കെ ഉള്ളത്. என்னுடைய காதலிய ரொம்ப ரொம்ப பத்திரமா. ഓക്കെ, അപ്പോൾ നമ്മൾ വീട്ടിൻ്റെ അങ്ങോട്ടുള്ള വഴി കയറിയിട്ടുണ്ടേ. പിന്നെ എൻ്റെ വോയിസ് 2-3 വീഡിയോ ആയിട്ട് ഞാൻ ശ്രദ്ധിക്കുകയാണ്. നിങ്ങളും ശ്രദ്ധിച്ചാണ്, വീഡിയോ കാണുന്നവർ ശ്രദ്ധിച്ചാണ്. ഈ നമ്മുടെ മോട്ടോ വ്ളോഗ് ചെയ്യുമ്പോൾ തന്നെ ആ ഒരു മൈക്കിലെ ചെറിയൊരു എന്തോ ഒരു സൗണ്ട് ചെറിയൊരു വരുന്നുണ്ട്. അത് എനിക്ക് തോന്നുന്നത് ഈ മൈക്ക് അഡാപ്റ്ററിൽ നമ്മളൊരു പിന്ന് വയ്ക്കത്തില്ലേ, ആ ഒരു പിന്നിൻ്റെ സൗണ്ടാണെന്നാണ് എനിക്ക് തോന്നുന്നത്. ഭയങ്കര ഒരു വിയേർഡായിട്ടുള്ളൊരു സൗണ്ടാണ് കേൾക്കുന്നത്. എനിക്കും ഭയങ്കര ഡിസ്റ്റർബാണ്. വീഡിയോ എടുക്കുന്ന ടൈമിൽ അറിയത്തില്ല, പക്ഷേ പിന്നീട് എഡിറ്റിങ്ങിലൊക്കെ വയ്ക്കുമ്പോഴത്തേക്ക് ആണ് കറക്റ്റ് അറിയുന്നത്. അതൊരു ഭയങ്കര ഒരു വൃത്തികെട്ട സംഭവമാണ് സൗണ്ട്. അയ്യോ, അവിടെ ഇതേപോലെ ഇപ്പോൾ കട്ടർ ചാടിയപ്പോഴത്തേക്ക് മിക്കവാറും ആ സൗണ്ട് കേട്ടാണ്. ആ ഒരു പിന്നിൻ്റെ എന്തോ ഒരു പ്രശ്നമാണ്.
അല്ലെങ്കിൽ ആ ഒരു പിന്ന് വേറെ മേടിക്കണം, അല്ലെങ്കിൽ പിന്നീട് ഇപ്പം ഞാൻ വിചാരിക്കണത് നല്ലൊരു ഹെൽമെറ്റ് മേടിക്കണം എന്നാണ് ഞാൻ ആലോചിക്കുന്നത്. നല്ലൊരു ഹെൽമെറ്റ് മേടിച്ചതിന് ശേഷം നല്ല ചെറിയ, ഇപ്പോൾ എൻ്റേത് ഏകദേശം ഒരു 1 മീറ്റർ നീളത്തിലുള്ള മൈക്കാണ് ഇരിക്കുന്നത്. ബാക്കി വരുന്ന ആ ഒരു മൈക്കിൻ്റെ ലെങ്ത് ഞാൻ അഡ്ജസ്റ്റ് ചെയ്തൊക്കെയാണ് വയ്ക്കുന്നത്. അപ്പോൾ പിന്നെ ഒരു നല്ലൊരു ഹെൽമെറ്റൊക്കെ മേടിച്ചതിന് ശേഷം ഒരു ചെറിയ ഷോർട്ടായിട്ടുള്ളൊരു മൈക്ക് മേടിക്കണം. ഞാൻ ഹെൽമെറ്റിൽ മൗണ്ട് ചെയ്യാനുള്ള പ്ലാനിലാണ്. നമ്മുടെ ചെസ്റ്റ് മൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് കറക്റ്റാണ് എനിക്ക് കിട്ടണില്ല. എനിക്ക് എന്നുവെച്ചാൽ വീഡിയോ നമുക്ക് മറ്റേതാകുമ്പോഴത്തേക്ക് ഞാൻ ഇപ്പോൾ സൂപ്പർ വ്യൂവിൽ ഇട്ടിട്ടാണ് ഇപ്പം വീഡിയോ എടുക്കുന്നത്. ഓക്കെ, അപ്പോൾ ഞാൻ ഹെൽമെറ്റ് മൗണ്ട് ചെയ്യുമ്പോഴത്തേക്ക് ഞാൻ സൂപ്പർ വ്യൂ ഇടേണ്ട ആവശ്യമില്ല. വെറുതെ ഒരു വൈഡ് വ്യൂവിലങ്ങ് ഇട്ടാൽ മതി. ഓക്കെ, സൂപ്പർ വ്യൂ ചെയ്യുമ്പോഴത്തേക്ക് ഒരുപാട് അങ്ങ് സൈഡ് നോക്കുമ്പോൾ ശ്രദ്ധിച്ചാൽ മതി. നമ്മുടെ 2 സൈഡിലും ഒരുമാതിരി കർവായി വരികയാണ്. ഒരു റൗണ്ടിൻ്റെ പകുതിയൊക്കെ വെട്ടി വെച്ച പോലെ ഇരിക്കുകയാണ്. അപ്പോൾ അതാണ് പ്രശ്നം. അപ്പോൾ ഇത്രയേ ഉള്ളൂ കേട്ടോ. ഇത് ചെറിയൊരു വീഡിയോ ആണ്, വണ്ടിയിലെ ചെറിയൊരു അപ്ഡേഷൻ തരുന്നൊരു വീഡിയോ ആണ്. ഓക്കെ.